വെൽക്കം ബാക്ക്. ഈ സെഷനിൽ നമ്മൾ ഫങ്ഷൻസിൻ്റെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വേർഷൻ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു സെഷനിൽ എങ്ങനെ നമുക്ക് റിട്ടേൺ ടൈപ്പ്, ആർഗ്യുമെൻറ്റ്സ് ഇവയൊക്കെ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്താം, ഇവയെ മാറ്റം വരുത്തുമ്പോൾ എങ്ങനെയൊക്കെയാണ് പ്രോഗ്രാം നമ്മൾ അതിനനുസരിച്ച് റീസ്ട്രക്ചർ ചെയ്യുന്നത്, പാരാമീറ്റേഴ്സ് എന്താണ്, അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർഗ്യുമെന്റ്സ് ഏതെല്ലാമാണ്, എങ്ങനെയാണ് ഇവ തമ്മിൽ വാല്യൂസ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നത്, എന്താണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്, എന്താണ് ഒരു ഗ്ലോബൽ ഫംഗ്ഷൻ, എന്താണ് ലോക്കൽ ഫംഗ്ഷൻ, വാട്ട് ഈസ് എ ഗ്ലോബൽ വേരിയബിൾ, വാട്ട് ഈസ് എ ലോക്കൽ വേരിയബിൾ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മളൊരു ഫംഗ്ഷൻ എടുക്കുക. നമുക്ക് എണ്ണൽ സംഖ്യകളുടെ കൗണ്ടിങ് നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ എഴുതണം എന്ന് വിചാരിക്കും. ഫോർ എക്സാമ്പിൾ, n വരെയുള്ള കൗണ്ടിങ് നമ്പേഴ്സിന്റെ സമ്മ് നമുക്ക് കിട്ടും. അപ്പോൾ 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് 4 പ്ലസ് എക്സെട്ര n വരെയുള്ള കൗണ്ടിങ് നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫംഗ്ഷൻ. അത് നമ്മൾ 4 വ്യത്യസ്ത രൂപങ്ങളിൽ എഴുതാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ ഫംഗ്ഷന്റെ പേര് നമ്മൾ ഫൺ എന്നാണ് നമ്മുടെ ഫംഗ്ഷന്റെ പേര് കൊടുക്കുന്നത്. ഫൺ ഫംഗ്ഷൻ എന്നുള്ളത് ചുരുക്കിയിട്ട് ഫൺ എന്ന് നമുക്ക് കൊടുക്കും. ഈ ഫംഗ്ഷൻ നമുക്ക് ചെയ്യേണ്ട കാര്യം നമ്മൾ പറഞ്ഞു. ഒരു സംഖ്യ കൊടുത്തു കഴിഞ്ഞാൽ അതുവരെയുള്ള കൗണ്ടിങ് നമ്പേഴ്സിന്റെ 1, 2 നമ്പേഴ്സിന്റെ സമ്മ് കാണുക എന്നുള്ളതാണ്. ഈ ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ എഴുതാം: void fun, ബ്രാക്കറ്റിൽ ഒന്നും എഴുതുന്നില്ല, എന്നൊരു കർലി ബ്രേസ് ഓപ്പൺ ചെയ്തു. ഇവിടെ നമ്മൾ ആവശ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒരു രീതി നമുക്ക് void fun int n ഈ രീതിയിൽ എഴുതാം. രണ്ടാമത്തെ വഴി, ഇത് ഒരു മെത്തേഡ്. ഫംഗ്ഷൻ ഈ പറയുന്ന നമ്പേഴ്സിന്റെ സമ്മ് കാണാൻ വേണ്ടിയിട്ടുള്ള ഫംഗ്ഷൻ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെഫിനിഷൻ എഴുതുന്ന ഒരു രീതി ഇങ്ങനെ എഴുതാം. ഇവിടെ റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്, ആർഗ്യുമെന്റ്സ് ഒന്നുമില്ല. രണ്ടാമത്തെ ഒരു മെത്തേഡ് റിട്ടേൺ ടൈപ്പ് വോയിഡ് ആണ്, ഒരു ആർഗ്യുമെന്റ് കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു മെത്തേഡ് ഇന്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു, ആർഗ്യുമെന്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. തേർഡ് വേ. നാലാമത്തെ ഒരു മെത്തേഡ് ഇന്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു, ഒരു ഇന്റിജർ ആർഗ്യുമെന്റ് നമ്മൾ കൊടുക്കുന്നു. ഒരേ ഫംഗ്ഷനെ തന്നെ എഴുതുന്ന ഒരു 4 വഴികളാണ്. ദ സെക്കൻഡ് വേ, ദിസ് ഈസ് ദ തേർഡ് വേ, ദിസ് ഈസ് ദ ഫോർത്ത് വേ. 4 വഴികളാണ് ഇവിടെ പറഞ്ഞത്. ഇവയെ എങ്ങനെ നമ്മൾ, ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെ നമ്മൾ പ്രോഗ്രാമിൽ വരുന്ന സമയത്ത് ഏത് രീതിയിലാണ് ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്സിനെ നമ്മൾ റീസ്ട്രക്ചർ ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഒന്നാമത്തെ മെത്തേഡ് void fun, ആർഗ്യുമെന്റ്സ് ഒന്നും സ്വീകരിക്കുന്നില്ല. റൈറ്റ്. നമ്മളുടെ മെയിൻ ഫംഗ്ഷൻ ഇങ്ങനെയാണ്: ഹാഷ് include iostream using namespace std int main. ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യാം. എങ്ങനെ കോൾ ചെയ്യാം? റിട്ടേൺ ടൈപ്പ് ഇല്ല, ഫംഗ്ഷന്റെ പേര്, ആർഗ്യുമെന്റ്സ് ഇല്ല. അപ്പോൾ എങ്ങനെ ഇത്തരം ഫംഗ്ഷൻസിനെ കോൾ ചെയ്യാം? ജസ്റ്റ് സേ ഫൺ, ഓപ്പൺ എ ബ്രാക്കറ്റ്, പാരാന്തസിസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. ഇവിടെ ഈ ഫണ്ടിന്റെ ഇന്റിജർ ഫംഗ്ഷൻ ആയതുകൊണ്ട്
റിട്ടേൺ 0. ഇതാണ് നമ്മുടെ മെയിൻ പാർട്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഫൺ എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ n വരെയുള്ള സംഖ്യകളുടെ സം കാണാം. 1 2 പ്ലസ് അപ് ടു n കാണാം. അപ്പൊ ഇവിടുന്ന് ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാമിന്റെ കൺട്രോൾ എങ്ങോട്ട് സ്വിച്ച് ചെയ്യും? ഈ ഫംഗ്ഷനിലേക്ക് വരും. നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ ഈ ഫംഗ്ഷനിലേക്ക് വരും. ഇനി ഇവിടെ എന്തെല്ലാം ചെയ്യണം നമുക്ക്? ഇവിടെ നമ്മൾ കുറച്ച് വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യും. int say n sum 3 വേരിയബിൾസ്. sum equal to 0. cout enter n cin n for I equal to 1, I less than or equal to n, I plus plus, sum equal to sum plus I. cout sum is sum. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ നമ്മൾ റിട്ടേൺ ടൈപ്പ് പറഞ്ഞിട്ടില്ല, ആർഗ്യുമെന്റ്സും കൊടുക്കുന്നില്ല. അപ്പൊ ആ ഫംഗ്ഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫംഗ്ഷന്റെ നമ്മൾ വിളിക്കുന്ന ഫംഗ്ഷന്റെ ഫണ്ടിന്റെ ഉള്ളിൽ തന്നെ ചെയ്യണം. അപ്പൊ ഇവിടെ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ ആകെ ഫണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതുള്ളൂ. അപ്പൊ എന്ത് സംഭവിക്കും? പ്രോഗ്രാമിന്റെ കൺട്രോൾ ഇങ്ങോട്ട് വരും. ഇവിടെ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല, ഒരു ആർഗ്യുമെന്റ് കൊടുക്കുന്നില്ല. അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള സംഗതികളൊക്കെ ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ സ്വീകരിക്കുകയും ആ പ്രോസസ്സ് നടത്തുകയും അവിടെ തന്നെ അത് അവസാനിപ്പിക്കുകയും വേണം. അപ്പൊ നമ്മൾ n എന്ന് പറയുന്ന ഒരു വേരിയബിൾ സം പറഞ്ഞു, സം ഈസ് ഈക്വൽ ടു 0. നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. cin n 1 മുതൽ n വരെ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓരോ പ്രാവശ്യവും ഐഡിയുടെ വാല്യൂ 1 2 3 എന്ന് പറയുന്ന സമ്മിന്റെ കൂടെ ആഡ് ചെയ്യുന്നു, സം ചെയ്യുന്നു. സോ ദർ ഈസ് നോ റിട്ടേൺ വാല്യൂ. ഇതാണ് ഈ രീതിയിൽ നമുക്ക് ഈ ഫംഗ്ഷനെ മാനിപ്പുലേറ്റ് ചെയ്യാം. ഇനി രണ്ടാമത്തെ സംഗതി നമ്മൾ പറഞ്ഞ എന്താണ്? ഈ ഫംഗ്ഷന് ഒരു ആർഗ്യുമെന്റ് കൊടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആർഗ്യുമെന്റ് കൊടുത്തിട്ട് ഫംഗ്ഷനെ കോൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് നമ്മൾ പറഞ്ഞത് എങ്ങനെയാണ്? ഇവിടെ ഒരു ആർഗ്യുമെന്റിനെ അത് സ്വീകരിക്കുന്നുണ്ട്. n എത്ര വരെയുള്ള നമ്പേഴ്സിന്റെ സമ്മാണ് കാണേണ്ടത് എന്നുള്ളത് എന്നിലേക്ക് ലഭിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് അത് സപ്ലൈ ചെയ്യണം. എങ്ങനെ സപ്ലൈ ചെയ്യണം? നമുക്ക് ഈ പ്രോഗ്രാമില് ഫൺ നം എന്ന് പറഞ്ഞിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റണം. ഈ നമ്പർ വരെയുള്ള സംഖ്യകളുടെ സമ്മാണ് കാണേണ്ടത് എന്ന് പറഞ്ഞിട്ട് സപ്ലൈ ചെയ്യാൻ പറ്റണം. അപ്പൊ ഇതാണ് കോൾ വരിക. അപ്പൊ ഈ നം എന്താന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. നമ്മൾ നമുക്ക് കൊടുക്കണ്ടാവും. അതുപോലെ ഇവിടെ റിട്ടേൺ 0. അപ്പൊ ഈ നമ്പർ നമ്മൾ ഇങ്ങനെ കൊടുക്കാം. int num cout enter number cin num ഇങ്ങനെ കൊടുക്കാം. എന്നിട്ട് ഈ നമ്പറിനെ നമ്മളെ ഫംഗ്ഷനിലേക്ക് പറഞ്ഞയക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ നമ്പറിന്റെ ഉള്ളിലുള്ള നമ്മൾ 5 ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്പറിനുള്ളിൽ 5 ആണ്. ഈ 5നെ എങ്ങോട്ട് കൊടുക്കും? ഈ 5ലേക്ക് കൊടുക്കും. അപ്പൊ ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നമുക്ക് ഈ n ഇവിടെ ആവശ്യമില്ല. കാരണം n ഇവിടെ ആൾറെഡി ഡിക്ലെയർഡ് ആണ്, പാരാമീറ്റർ ഡിക്ലെയർഡ് ആണ്. അപ്പൊ ഇതുവഴി കയറി. ഇനിയോ സം വേണം. ഈ നമ്പർ സ്വീകരിക്കേണ്ടതില്ല, ഇതും വേണ്ട. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് വേണ്ട. ബാക്കിയുള്ളത് എന്താണ്? ഈ 5നെ നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് എന്നിലേക്ക് അത് കിട്ടും. എന്നിൽ വരും, n വരെ അത് കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് സം ഔട്ട് ചെയ്യും. കാരണം അവിടെ ഔട്ട്പുട്ട് ചെയ്യാൻ കാരണം എന്താണ്? പോയിട്ട് ഒരു വാല്യൂ റിട്ടേൺ ചെയ്യില്ല. ഇതാണ് ഒരു മെത്തേഡ്. ഇനി നമ്മൾ മറ്റൊരു മെത്തേഡ് നോക്കാം. ഇവിടെ നമ്മൾ ഇന്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഈ ഫംഗ്ഷന്റെ
ഹെഡർ ഇങ്ങനെയായിട്ട് മാറ്റുന്നു. ഇവിടെ റിട്ടേൺ ടൈപ്പ് എന്താണ്? ഇന്റിജർ ആണ്. അപ്പൊ ഇവിടെ വന്ന് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം റിസൾട്ട് ഇവിടെ തന്നെ പ്രിന്റ് ചെയ്യുന്നതിന് പകരം റിസൾട്ട് അങ്ങോട്ട് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ തിരിച്ചു വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ ചെയ്യണം. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യും? കാരണം ഇതിനെ കോൾ ചെയ്യുന്ന സമയത്ത് ഇത് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ഒരു റിസൾട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഇങ്ങനെ എഴുതാം. രണ്ട് വഴികളുണ്ട്. ഒന്നിങ്ങനെയാണ്, ഇന്റ് res ഈക്വൽ ടു ഫൺ ഓഫ് നം എന്ന് കൊടുക്കാം. എന്നിട്ട് നമുക്ക് സി ഔട്ട് res ഇങ്ങനെ എഴുതാം. ഇപ്പൊ എന്ത് സംഭവിക്കും? ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് സെൻഡ് പോകുന്നു, ഇവിടെ വന്ന് എന്നിലേക്ക് ഈ നമ്പർ വാല്യൂ വരുന്നു, കാൽക്കുലേഷൻ ചെയ്യുന്നു. ഇവിടെ നമ്മൾ സി ഔട്ട് എന്ന് പറയുന്നതിന് പകരം ഇവിടെ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കണം. കാരണം ഇന്റിജർ വാല്യൂ റിട്ടേൺ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? റിട്ടേൺ സം എന്ന് എഴുതി സിമ്പിൾ. അപ്പൊ ഈ സമ്മിൽ എന്താണോ ഉള്ളത് ആ വാല്യൂ ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കും. അത് എങ്ങോട്ട് പോകും? res-ലേക്ക് പോകും. res-നെ പ്രൊട്ടക്ട് ചെയ്യും. ഇനി ഇങ്ങനെ വേണമെന്നില്ല. ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഒഴിവാക്കിയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെയും എഴുതാം, സി ഔട്ട് ഫൺ ഓഫ് നം ഇങ്ങനെയും എഴുതാം. അപ്പോഴും ഈ ഔട്ട്പുട്ട് പോയിട്ട് എവിടെ? ഡയറക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് ആ ഔട്ട്പുട്ടിനെ സ്ട്രീം ചെയ്യും. ഇനി നമ്മൾ നാലാമത്തെ വഴി പറഞ്ഞത് എന്താണ്? റിട്ടേൺ ടൈപ്പ് ഉണ്ട്, പാരാമീറ്റർ ഇല്ല, ഇങ്ങനെ ഒരു മെത്തേഡ്. അപ്പൊ നേരത്തെ പറഞ്ഞ അതേ രീതിയിലേക്ക് മാറും. എങ്ങനെ മാറും? ഇവിടെ ഇന്ത്യ നമ്പർ നമുക്ക് ആവശ്യമില്ല, എന്റർ നമ്പർ വേണ്ട, സി നമ്പർ വേണ്ട. സി ഔട്ട് ഫൺ എന്ന് മാത്രമേ നമുക്കുള്ളൂ. ഇതിനെ കോൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങോട്ട് വരും. ഇവിടെ വന്നിട്ട് ഇവിടെ പാരാമീറ്റേഴ്സ് ഒന്നും കൊടുത്തില്ല. അപ്പൊ പാരാമീറ്റേഴ്സിനെ നമ്മൾ സ്വീകരിക്കണം. അപ്പൊ ഇവിടെ n കൊടുത്തു, സി ഔട്ട് വാല്യൂ ഫോർ n എന്താണെന്ന് ചോദിക്കുന്നു, സീൻ n ചെയ്യുന്നു, എന്നിട്ട് അതിനിട്ട് കാൽക്കുലേഷൻ ചെയ്യുന്നു, വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ഈ സമയത്ത് വാല്യൂ n-ന്റെ വാല്യൂ ആക്സെപ്റ്റ് ചെയ്തത് ഫംഗ്ഷന്റെ ഉള്ളിൽ പോയതിനു ശേഷമാണ്. അവിടുന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ വാല്യൂ എന്ത് ചെയ്യുന്നു? റിട്ടേൺ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ എത്രയാണ് കൊടുക്കുന്നതിന്റെ റിസൾട്ട് നമുക്ക് ലഭ്യമാവും. അപ്പൊ ഈ രീതിയിൽ ഒരേ ഫംഗ്ഷനെ തന്നെ റിട്ടേൺ ടൈപ്പ് മാറ്റിയിട്ടും പാരാമീറ്റേഴ്സിന്റെ എണ്ണം വ്യത്യസ്തപ്പെടുത്തിയിട്ടും ഒക്കെ നമുക്ക് പ്രോഗ്രാമിൽ എഴുതാം. അത് ആരാണ് തീരുമാനിക്കേണ്ടത്? പ്രോഗ്രാമർ തീരുമാനിക്കേണ്ടതാണ്. ഒരു ഫംഗ്ഷൻ എത്ര ആർഗ്യുമെന്റ്സ് ആണ് സ്വീകരിക്കേണ്ടത്, എന്ത് വാല്യൂ ആണ് റിട്ടേൺ ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ആരാണ്? പ്രോഗ്രാമർ. അപ്പൊ ഇങ്ങനെ നമുക്ക് ഫംഗ്ഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യാം. ഇനി നമ്മൾ കാണുന്നത് ആർഗ്യുമെന്റ്സ്. ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് വളരെ പ്രധാനപ്പെട്ട, ഫംഗ്ഷനിൽ ഉപയോഗിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്. ഫംഗ്ഷന്റെ പേര് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രാക്കറ്റിൽ സ്പെസിഫൈ ചെയ്യുന്ന സംഗതിയാണ് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ്. എന്താണ് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉത്തരം? Arguments are a way or a means to exchange values between calling section and called section. ഒരു ഫംഗ്ഷനെ വിളിക്കുന്ന ഭാഗവും ആ ഫംഗ്ഷന്റെ ഡെഫിനിഷനും തമ്മിൽ വാല്യൂസിനെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് പാരാമീറ്റേഴ്സ്. പാരാമീറ്റേഴ്സ് ആർ മീൻസ് ടു എക്സ്ചേഞ്ച് വാല്യൂസ് ബിറ്റ്വീൻ കോളിംഗ് സെക്ഷൻ ആൻഡ് കോൾഡ് സെക്ഷൻ. കോളിംഗ് സെക്ഷൻ ഏതാണ്? ഫംഗ്ഷൻ കോൾ പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്ന സ്ഥലം. കോൾഡ് സെക്ഷൻ ഏതാണ്? ഫംഗ്ഷൻ ഡെഫിനിഷൻ. അപ്പൊ ഇവ തമ്മിൽ വാല്യൂസിനെ കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണെന്ന് പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് എന്നറിയപ്പെടുന്നത്. ഈ ആർഗ്യുമെന്റ്സിന് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് രണ്ട് തരം പാരാമീറ്റേഴ്സിനെ കാണാം. ഒന്നിനെ നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയും. രണ്ടാമത്തേന് നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ്. ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആൻഡ് ഫോർമൽ പാരാമീറ്റേഴ്സ്.
ഫംഗ്ഷൻ കോളിൽ നമ്മൾ പറയുന്ന പാരാമീറ്റേഴ്സിനെയാണ് ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. നേരത്തെ നമ്മൾ കണ്ടു ഫൺ എന്ന് പറഞ്ഞിട്ട് എൻ എന്ന് പറഞ്ഞ നമ്മൾ സെമിക്കോളൻ ഇട്ട് കൊടുത്തു, അല്ലെങ്കിൽ INGRES ഈക്വൽ ടു ഫൺ എന്ന് പറഞ്ഞു. ഇതാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്ന ഭാഗം. ഈ ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ബ്രാക്കറ്റിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ഈ n എന്ന് പറയുന്നത് ഒരു പാരാമീറ്റർ ആണ്. ഈ പാരാമീറ്ററിനെയാണ് നമ്മൾ എന്താ പറയുക, ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയുക. സോ ദ പാരാമീറ്റർ ആൻഡ് ദ ഫംഗ്ഷൻ കോൾ ഈസ് കോൾഡ് ആക്ച്വൽ പാരാമീറ്റർ. ഇനിയോ നമ്മൾ കണ്ടു ING ഫൺ ING n ഇങ്ങനെ കണ്ടു. ഇതാണ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്ന ഭാഗം, നമ്മൾ വിളിക്കുന്ന ഭാഗം, നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് തരേണ്ട ഭാഗം. ഫംഗ്ഷൻ ഡെഫിനിഷൻ കോൾ പറഞ്ഞു കഴിഞ്ഞാൽ പോയി പ്രവർത്തിക്കേണ്ട ഭാഗം, കോൾഡ് സെക്ഷൻ എന്ന് പറയും. ഇവിടെ ഈ ബ്രാക്കറ്റിൽ പറയുന്ന ഈ എന്നിനെയാണ് നമ്മൾ എന്ത് പറയാ, ഫോർമൽ പാരാമീറ്റർ എന്ന് പറയാം. അപ്പോൾ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ആർഗ്യുമെന്റ്സ് അറ്റ് ഫംഗ്ഷൻ ഡെഫിനിഷൻ, ഫംഗ്ഷൻ ഡെഫിനിഷനിൽ പറയുന്ന ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സിനെയാണ് എന്ത് പറയാ, ഫോർമൽ പാരാമീറ്റേഴ്സ് എന്ന് പറയും. അപ്പൊ രണ്ട് തരം പാരാമീറ്റേഴ്സ് ഉണ്ട്, ആക്ച്വൽ പാരാമീറ്റേഴ്സും ഫോർമൽ പാരാമീറ്റേഴ്സും. ഫംഗ്ഷൻ കോളിലുള്ള പാരാമീറ്റേഴ്സിനെ ആക്ച്വൽ പാരാമീറ്റർ എന്നും ഫംഗ്ഷൻ ഡെഫിനിഷനിലുള്ള പാരാമീറ്റേഴ്സിനെ നമ്മൾ ഫോർമൽ പാരാമീറ്റർ എന്നും പറയും. ഇനി നമുക്ക് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാൻ രണ്ട് വഴികളുണ്ട്. ഒരു ഫംഗ്ഷനിലേക്ക് വാല്യൂസിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കോളിംഗ് സെക്ഷനും കോൾഡ് സെക്ഷനും, ഫംഗ്ഷൻ കോളും ഫംഗ്ഷൻ ഡെഫിനിഷനും തമ്മിൽ വാല്യൂസിനെ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് വഴികളുണ്ട്, രണ്ട് മെത്തേഡ്സ് ഉണ്ട്. അതിൽ നമ്മൾ പറയും കോൾ ബൈ വാല്യൂ. ഈ കോൾ എന്ന് പറയുന്ന പദത്തിന് തന്നെ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറയും പാസ് ബൈ വാല്യൂ എന്ന് പറയും. മറ്റൊരു മെത്തേഡ് കോൾ ബൈ റഫറൻസ് അല്ലെങ്കിൽ പാസ് ബൈ റഫറൻസ്. ഫംഗ്ഷൻ കോളിന് there are two ways or two methods to call a function. ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് C++ൽ രണ്ട് വഴികൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒന്നെന്താണ് കോൾ ബൈ വാല്യൂ ആൻഡ് the second one is called by reference. ഇത് ഓരോന്നും എന്താണ്, എങ്ങനെയാണ് ഈ വാല്യൂസ് എക്സ്ചേഞ്ച് നടക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ലെറ്റ്സ് ടേക്ക് ദ കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ പാസ് ബൈ വാല്യൂ. ഒരു എക്സാമ്പിൾ പ്രോഗ്രാം നമുക്ക് എഴുതാം. ഹാഷ് include iostream using namespace std ing main ing sum num for the time being num is enough. Num. Now cout result is fun num. Return 0. ഇതാണ് നമ്മളുടെ മെയിൻ പാർട്ട്, മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷൻ എഴുതാണ് ing fun ing say x int I sum equal to 0 for I equal to 1
I less than or equal to x I plus plus sum equal to sum plus I. Return sum. നമുക്കറിയാം എങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. മെയിൻ ഫംഗ്ഷനിലാണ് പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ ആരംഭിക്കുക. ഇവിടെ ഇതാണ് ഫംഗ്ഷൻ കോൾ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് പ്രോഗ്രാമിന്റെ കൺട്രോൾ എങ്ങോട്ട് പോകും? ഈ പേരിലുള്ള ഫംഗ്ഷനിലേക്ക് പ്രോഗ്രാമിന്റെ കൺട്രോൾ പോകും എന്ന് പറഞ്ഞാൽ ഇവിടെ പോകും. അവിടെ പോയിട്ട് ആ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. റിട്ടേൺ ചെയ്യാൻ പറയുമ്പോൾ അല്ലെങ്കിൽ അവസാനത്തെ ഡിവൈസ് കാണുമ്പോൾ തിരിച്ച് വരും. ഇതാണ് ഫംഗ്ഷൻ എക്സിക്യൂഷന്റെ രീതി. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ്? കോൾ ബൈ വാല്യൂ എന്ന് പറയുന്ന മെത്തേഡില് കോളിംഗ് സെക്ഷനും കോൾഡ് സെക്ഷനും തമ്മിലുള്ള പാരാമീറ്ററിന്റെ എക്സ്ചേഞ്ച് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കുക, ഈ പ്രോഗ്രാമിൽ മെയിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിൽ നമുക്ക് ഒരു വേരിയബിൾ ഉണ്ട്. അപ്പൊ ഈ മെയിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിന് അതിൻ്റെതായിട്ടുള്ള മെമ്മറി ഉണ്ടാവും. ഈ നമ്മിന് നം എന്ന് പറയുന്ന പേരിൽ ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. റൈറ്റ്? ഇവിടെ നമ്മൾ ആ നമ്പറിനെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ആ നമ്പറിനെ ആക്സെപ്റ്റ് ചെയ്തുകൂടെ വേണം. സി ഇൻ നം, ആ നമ്പറിനെ ആക്സെപ്റ്റ് ചെയ്തുകൂടെ ചെയ്യണം. ഈ സി ഇൻ നമ്പർ നമ്മൾ നമ്പർ ചോദിക്കുന്ന ആ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. സെലക്ട് ബി 5, 5 ആണ് കൊടുക്കുന്നത്. അപ്പൊ ഈ മെയിൻ എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ വേരിയബിൾ ആയിട്ടുള്ള നമ്പർ അതിൻ്റെതായിട്ടുള്ള മെമ്മറി ലൊക്കേഷനിൽ ഒരു 5 നമ്മൾ കൊടുത്തു, അത് സ്റ്റോർ ചെയ്ത് കിടക്കുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടതാണ് ഈ നമ്മിന്റെ ഉള്ളിലുള്ള വാല്യൂ, അല്ലെങ്കിൽ നമുക്ക് എന്തിനാണോ പാരാമീറ്റർ ആയിട്ട് കൊടുക്കുന്നത് ആ വാല്യൂവിനെ അങ്ങോട്ട് എത്തിക്കണം. അതാണ് എക്സ്ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ നമ്മിലുള്ള വാല്യൂ നമുക്ക് എങ്ങോട്ട് കൊടുക്കണം? എക്സിലേക്ക് കൊടുക്കണം. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. അതായത് ഈ ഫണ്ട് എന്ന് പറയുന്നത് വേറൊരു ഫംഗ്ഷൻ. ഇതിന് ഇതിൻ്റെതായിട്ടുള്ള കുറെ മെമ്മറി ലൊക്കേഷൻ ആണ്. ഏതൊക്കെ മെമ്മറി ലൊക്കേഷൻ ആണത്? എക്സ് എന്ന് പറയുന്ന ഒരു മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, ഐ എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ ഉണ്ട്, സം എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ ഉണ്ട്. ഇതാരതാണ്? ഇവയെല്ലാം ഫണ്ടിൻ്റെതാണ്. ഇവിടെ ഈ നമ്പർ എന്ന് പറയുന്നത് ആരതാണ്? ഇത് മെയിനിൻ്റെതുമാണ്. ഇവ രണ്ടും തമ്മിൽ ബന്ധമില്ല. ഇത് രണ്ട് ഏരിയ ആണ്. അപ്പൊ നമുക്ക് ഈ നമ്പറിനെ ഇങ്ങോട്ട് എത്തിക്കണം, എക്സ്ചേഞ്ച് ചെയ്യിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫണ്ട് എന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്യും, ഫണ്ട് നം എന്ന് പറഞ്ഞ് കോൾ ചെയ്യും. അപ്പൊ ഈ നമ്മിന്റെ ഉള്ളിലുള്ള ഈ 5 എന്ന് പറയുന്ന വാല്യൂ എങ്ങോട്ട് കോപ്പി ചെയ്യും? എക്സിന്റെ ഉള്ളിലേക്ക് കോപ്പി ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മിന്റെ ഉള്ളിലുള്ള വില വാല്യൂ ഈസ് passed to x, which is the actual parameter. ഇവിടെ formal parameter. Actual parameter എന്താണ്? number. Formal parameter എന്താണ്? x. Actual parameterയിലുള്ള കണ്ടന്റ് ഫോർമൽ പാരാമീറ്ററിലേക്ക് മാറ്റി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ എന്താണുള്ളത് അത് എക്സിലേക്ക് കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ള കാൽക്കുലേഷൻ ഇതേപോലെ എക്സിന്റെ വാല്യൂ ഉപയോഗിച്ചിട്ട് ആ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു, എന്നിട്ട് തിരിച്ചു പോയി. അപ്പൊ ഈ കോൾ ബൈ വാല്യൂ എന്ന് പറഞ്ഞാൽ the content of or the value of actual parameter is copied to formal parameter. കോൾ ബൈ വാല്യൂയുടെ ഒന്നാമത്തെ പോയിന്റ് ആണ്. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? content of actual parameter is copied to formal parameter. ആക്ച്വൽ ആർഗ്യുമെന്റിന്റെ കണ്ടന്റ്, അതിന്റെ വാല്യൂ എങ്ങോട്ട് കോപ്പി ചെയ്യുന്നു? ഫോർമൽ പാരാമീറ്ററിലേക്ക് കോപ്പി ചെയ്യുന്നു. ഇനി നമ്മൾ സപ്പോസ് ഇവിടെ ഈ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചോ. നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് 5 എന്ന് കൊടുക്കാം. വേരിയബിളിലേക്ക് വാല്യൂ ആക്സെപ്റ്റ് ചെയ്യാതെ തന്നെ ബ്രാക്കറ്റിനുള്ളിൽ ഒരു കോൺസ്റ്റന്റ് നമുക്ക് വേണമെങ്കിൽ എഴുതാം. ഇപ്പോഴും എന്ത് ചെയ്യും?
5 എന്ന് പറയുന്ന അതിന്റെ വാല്യൂ കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ബ്രാക്കറ്റിൽ ആക്ച്വൽ പാരാമീറ്റർ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താവാം, ഒരു കോൺസ്റ്റന്റും വരാം, ഒരു വിലയും കൊടുക്കാം. ഇനി സപ്പോസ് ഇവിടെ നമ്മൾ സീൻ നമ്മിനെ ആക്സെപ്റ്റ് ചെയ്തു എന്ന് വിചാരിച്ചു, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, നം പ്ലസ് 5 എന്ന് എഴുതാം. നമ്മിൽ എന്താണുള്ളത് 5, 5ന്റെ കൂടെ 5 കൂടെ കൂട്ടിയാൽ എന്തായി 10 ആയി. ആ 10നെ ഇങ്ങോട്ട് സെൻഡ് ചെയ്യും, എക്സിലേക്ക് എന്ത് വരും, 10 വരും. അപ്പൊ ഇവിടെ ബ്രാക്കറ്റിൽ എന്ത് വേണമെങ്കിലും ആവാം, എക്സ്പ്രഷനും ആവാം. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താണ്, ആക്ച്വൽ പാരാമീറ്റർ can be a variable, constant or an expression. ആക്ച്വൽ പാരാമീറ്റർ എന്തൊക്കെ കൊടുക്കാം, ആക്ച്വൽ പാരാമീറ്റർ can be a വേരിയബിൾ ആവാം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് ആവാം, അല്ലെങ്കിൽ ഈ വേരിയബിളും കോൺസ്റ്റന്റ്സും ഒക്കെ പാടെ കൂട്ടിയിട്ട് ഓപ്പറേറ്റേഴ്സ് കൂട്ടിച്ചേർത്ത എക്സ്പ്രഷനും ആവാം. അപ്പൊ കോൾ ബൈ വാല്യൂയിലെ ആക്ച്വൽ പാരാമീറ്റർ അതിന്റെ കണ്ടന്റ് ആണ് കോപ്പി ചെയ്യപ്പെടുന്നത്. 2, അവിടെ നമുക്ക് എന്ത് ചെയ്യാം, വേരിയബിൾ ഉപയോഗിക്കാം, കോൺസ്റ്റന്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എക്സ്പ്രഷൻ ഉപയോഗിക്കാം. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, ആക്ച്വൽ പാരാമീറ്റർ അങ്ങോട്ട് വാല്യൂസിനെ സെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിലും ഇവിടെ ഫോർമൽ പാരാമീറ്ററിൽ വല്ല മാറ്റങ്ങളും നമ്മൾ വരുത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കില്ല, ആക്ച്വൽ പാരാമീറ്ററിന് അത് അഫക്റ്റ് ചെയ്യുകയില്ല. കാരണം ആക്ച്വൽ പാരാമീറ്ററിനും ഫോർമൽ പാരാമീറ്ററിനും ഡിഫറെന്റ് മെമ്മറി ലൊക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളെന്ത് പറയും, ആക്ച്വൽ പാരാമീറ്റർ ആൻഡ് formal parameter uses different memory locations എന്ന് പറയും. ആക്ച്വൽ പാരാമീറ്ററിനും ഫോർമൽ പാരാമീറ്ററിനും ഡിഫറെന്റ് മെമ്മറി ലൊക്കേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ കോൾ ബൈ റെഫറൻസ് പറയുന്നത് വേറെ രീതിയിലാണ് വരുന്നത് എന്ന് അർത്ഥം. Then നാലാമത്തെ പോയിന്റോ, any change changes made to formal parameter shall not affect actual parameter. ഫോർമൽ പാരാമീറ്ററിന് നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ആ ചേഞ്ചസ് ഒന്നും എവിടെ അറിയില്ല, ആക്ച്വൽ പാരാമീറ്ററിന് അത് ബാധിക്കുകയില്ല. സോ ഇതാണ് കോൾ ബൈ വാല്യൂ. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആണ് ഫംഗ്ഷൻസിലെ പാരാമീറ്റർ പാസിംഗുമായി ബന്ധപ്പെട്ട്, ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന മെത്തേഡ്സുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു മെത്തേഡാണ് കോൾ ബൈ വാല്യൂ. ആ കോൾ ബൈ വാല്യൂവിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ആക്ച്വൽ പാരാമീറ്ററിന്റെ കണ്ടന്റ് ഫോർമൽ പാരാമീറ്ററിലേക്ക് കോപ്പി ചെയ്യുന്നു, രണ്ടും സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻസ് ഉപയോഗിക്കുന്നു. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കോൺസ്റ്റൻസോ വേരിയബിളോ എക്സ്പ്രഷനോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇവിടെ ഫോർമൽ പാരാമീറ്ററിൽ വരുത്തുന്ന മാറ്റങ്ങളൊന്നും ആക്ച്വൽ പാരാമീറ്ററിനെ ബാധിക്കുകയില്ല. ഇനി നമ്മൾ അടുത്ത എന്താണ്, കോൾ ബൈ റഫറൻസ്. കോൾ ബൈ റഫറൻസ് ഫംഗ്ഷൻ കോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡാണ് എന്ത്, കോൾ ബൈ റഫറൻസ്. ഇതിന് നമുക്ക് ഏറ്റവും പറയാൻ സൗകര്യമുള്ള, എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏറ്റവും നല്ലത് എന്താണ്, ഒരു സ്വാപ്പ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ നമുക്ക് കാണിക്കണം. കോൾ ബൈ റഫറൻസ് നേരത്തെ നമ്മൾ പറഞ്ഞു, ഇൻ കോൾ ബൈ വാല്യൂ the content of actual parameter is copied to formal parameter. Actual parameter content ആണ് formal parameterയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പറയും the reference is copied to the formal parameter.
ആക്ച്വൽ പാരാമീറ്ററിന്റെ ഒരു റഫറൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ റഫറൻസ് കോപ്പി ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ പറയാം. നമുക്കത് ഈ പ്രോഗ്രാമിലൂടെ വിശദീകരിക്കാം. നമ്മളൊരു പ്രോഗ്രാം ഒരു ഫംഗ്ഷൻ എഴുതുന്നു. സേ നെയിം ഓഫ് ദ ഫംഗ്ഷൻ ഈസ് void swap. swap എന്ന് പറഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക എന്നുള്ളത്. രണ്ട് വേരിയബിൾസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനുള്ള സംഗതിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. നമുക്ക് വേണ്ടത് എന്താണ്? രണ്ട് വേരിയബിൾസ് വേണം. സേ int a, b. a equal to 10, b equal to 20. Cout a equal to a, b equal to b. Swap a, b. Cout a equal to a, b equal to b. Return 0. ഇതാണ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ. ഇനി ഇവിടെ നമ്മൾ എഴുതുന്നത് ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ കോഡ്. അപ്പൊ നമുക്ക് രണ്ട് വേരിയബിൾസ് ഉണ്ട്, ഇന്റ് വേരിയബിൾ, രണ്ട് പാരാമീറ്റേഴ്സ്. ആ രണ്ട് പാരാമീറ്റേഴ്സിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഇന്റ് എക്സ്, ഇന്റ് വൈ. നമ്മൾ പറഞ്ഞു we are going to discuss call by reference. call by referenceലാണ് പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യുന്നത് എങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതി എന്താണ്? അങ്ങനെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വഴി, നമ്മൾ ഈ ഫോർമൽ പാരാമീറ്റേഴ്സ് പറയുന്ന ഫോർമൽ പാരാമീറ്റേഴ്സിന്റെ മുന്നിൽ ഒരു ആംപർസാൻഡ് സിംബൽ നമ്മൾ കൊടുക്കും. ആംപർസാൻഡ്. അപ്പൊ ഈ എക്സും വൈയും ഇപ്പൊ പാസ് ചെയ്യിപ്പിക്കുന്നത് എയും ബിയും അങ്ങോട്ട് സെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നതാണ് കോൾ ബൈ റെഫറൻസ്. എന്താണ് ഈ റെഫറൻസ് എന്ന് പറയുന്നത്? റെഫറൻസ് ഈസ് an alias for a variable. ഒരു വേരിയബിളിന് ഒരു അലിയാസ്, അനദർ നെയിം, മറ്റൊരു പേര് കൊടുക്കുന്നതാണ് റെഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലത്ത് ഒരാളെ ഒരു പേരിൽ അറിയപ്പെടുന്നു, മറ്റൊരു സ്ഥലത്ത് മറ്റൊരു പേരിൽ അറിയപ്പെടുന്നു. ഉദാഹരണം, നമ്മുടെ വീട്ടിൽ നമ്മളെ വിളിക്കുന്നത് ബാബു, അങ്ങനെ ഏതെങ്കിലും ഷോർട്ട് ഫോമില് കുഞ്ഞാൻ, കുഞ്ഞാപ്പു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരിലായിരിക്കും. സ്കൂളിൽ നമ്മൾ യഥാർത്ഥത്തിലുള്ള പേരെ വിളിക്കുക. അപ്പൊ അവിടെ വിളിക്കുന്ന രവികുമാർ അല്ലെങ്കിൽ സുധീഷ് എന്നൊക്കെ വിളിക്കുന്ന പേര് വീട്ടിലെത്തുമ്പം അത് മോനു, രാജു എന്നൊക്കെ ആയി മാറുന്ന എന്താണ്? രണ്ടും ഒന്ന് തന്നെയാണ്, പക്ഷെ രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഇതേപോലെ ഈ റെഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെക്കൻഡ് നെയിം ഫോർ എ വേരിയബിൾ. അപ്പൊ അങ്ങനെ സെക്കൻഡ് നെയിം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ആംപർസാൻഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ സ്വാപ്പ് എ ബി എന്ന് വിളിക്കുമ്പോൾ ഈ എയും ബിയും ഇങ്ങോട്ട് പാസ് ചെയ്യുന്നത് എങ്ങനെയാണ്? കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്ന മെത്തേഡിലൂടെയാണ് പാസ് ചെയ്യിപ്പിക്കുന്നത്. ഇനി കോൾ ബൈ റെഫറൻസിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഗതി, റെഫറൻസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കോൾ ബൈ വാല്യൂ പറഞ്ഞു. ആക്ച്വൽ പാരാമീറ്ററിനും ഫോർമൽ പാരാമീറ്ററിനും സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻസ് ഉണ്ടാവും, അത് സെപ്പറേറ്റ് ആണെന്ന് പറഞ്ഞു. ഇവിടെ ആക്ച്വൽ പാരാമീറ്ററിനും ഫോർമൽ പാരാമീറ്ററിനും സെപ്പറേറ്റ് മെമ്മറി ലൊക്കേഷൻ ഇല്ല. ആക്ച്വൽ പാരാമീറ്ററും ഫോർമൽ പാരാമീറ്ററും ഒരേ മെമ്മറി ലൊക്കേഷനെയാണ് കാണിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് വേരിയബിൾസ് ഉണ്ട്. ഒരു വേരിയബിൾ ഏതാണ്? എ എന്നാണ് ഒരു വേരിയബിളിന്റെ പേര്, ഒരു മെമ്മറി ലൊക്കേഷന്റെ പേര്. ബി എന്നാണ് മറ്റൊരു മെമ്മറി ലൊക്കേഷന്റെ പേര്. എയിലേക്ക് നമ്മൾ 10 കൊടുത്തിട്ടുണ്ട്, ബിയിലേക്ക് നമ്മൾ 20 കൊടുത്തിട്ടുണ്ട്. റൈറ്റ്? എന്നിട്ട് നമ്മൾ പറയുന്നു സി ഔട്ട് എ. അപ്പൊ സ്ക്രീനിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഇതാണ് നമ്മുടെ സ്ക്രീൻ എങ്കിൽ ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് എങ്ങനെയാ വരിക? സി ഔട്ട് എ ഈക്വൽ ടു 10, ബി ഈക്വൽ ടു 20 എന്ന് നമുക്ക് വരും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഫംഗ്ഷനെ വിളിക്കുന്നു സ്വാപ്പ് എ ബി എന്ന് പറഞ്ഞ് വിളിക്കുന്നു.
എന്റെ വാല്യൂ ബിയിലും ബിന്റെ വാല്യൂ എയിലും ആണ് ചെയ്യേണ്ടത്. അതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ അതാണ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്, മാറ്റണം. അപ്പൊ നമ്മൾ ഇവിടുന്ന് വിളിച്ചിട്ട് എയും ബിയും ഇങ്ങോട്ട് സെൻഡ് ചെയ്യിക്കും, റൈറ്റ്? അപ്പൊ ഇവിടെ സെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ കാണുന്നത് ആംപർസാൻഡ് എക്സ് ആംപർസാൻഡ് വൈ എന്നാണ് കാണുന്നത്. ഇറ്റ് മീൻസ് there is no memory location called x or y. Instead ഈ a എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ x എന്ന് പറയുന്ന പേര് കൂടെ കൊടുക്കും, b എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ y എന്ന് പറയുന്ന പേര് കൂടെ കൊടുക്കും. ഇവിടെ x എന്നറിയപ്പെടുന്നത് ആരാണ്? ഇവിടുത്തെ a ആണ്. ഇവിടെ y എന്ന് പറയുന്നത് ആരാണ്? ഇവിടുത്തെ b ആണ്. സോ ഒരേ മെമ്മറി ലൊക്കേഷൻ ആണ് ആക്ച്വൽ പാരാമീറ്ററും ഫോർമൽ പാരാമീറ്ററും ഉപയോഗപ്പെടുത്തുന്നത് എന്നർത്ഥം. ഇനി നമ്മളിവിടെ ഈ എക്സിന്റെ വാല്യൂ വൈയിലേക്കും വൈന്റെ വാല്യൂ എക്സിലേക്കും കൊടുക്കാനുള്ള സംഗതി ഇതാണ്. അപ്പൊ നമ്മൾ എഴുതുന്നു ഇന്റ് temp equal to x, x equal to y, y equal to temp. എക്സിലുള്ള വാല്യൂ ടെമ്പ് എന്ന് പറയുന്ന മെമ്മറി ലൊക്കേഷൻ നമ്മൾ ഉണ്ടാക്കി, അത് സെപ്പറേറ്റ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ടെമ്പ് ഈക്വൽ ടു എക്സ്, എക്സ് ആരാണ്? യഥാർത്ഥത്തിൽ എ ആണ്. ടെമ്പ് ഈക്വൽ ടു എക്സ് എന്ന് പറയുമ്പോൾ ഈ 10 ടെമ്പിലേക്ക് കൊണ്ട് സ്റ്റോർ ചെയ്യും. ഈ ടെമ്പ് ഇയാളുടെ സ്വന്തം മെമ്മറി ലൊക്കേഷൻ. ദെൻ എക്സ് ഈക്വൽ ടു വൈ, എക്സ് ഈക്വൽ ടു വൈ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന ആരാണ്? ഇയാളെയാണ്. എക്സ് എക്സ് ഈക്വൽ ടു വൈ, വൈ എന്ന് പറഞ്ഞാൽ ബി ആണ്. അപ്പൊ ഇതില് ഇതിങ്ങനെ കൊണ്ടുവരും. y ഈക്വൽ ടു ടെമ്പ്, y എന്ന് പറയുന്ന ആരാണ്? ബി ആണ്. ടെമ്പിൽ ഇപ്പം എന്താണുള്ളത്? 10, അത് ഇങ്ങോട്ട് കോപ്പി. അപ്പൊ ആ രണ്ട് വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ എക്സിലും വൈയിലും മാറ്റം വരുത്തിയത് ആരെ അഫക്ട് ചെയ്തിട്ടുണ്ട്? ഇവിടെ എയും ബിനെ അഫക്ട് ചെയ്തിട്ടുണ്ട്. ഇനി സി ഔട്ട് പറയുമ്പോൾ എന്താണ്? a ഈക്വൽ ടു 20, b ഈക്വൽ ടു 10 എന്ന വാല്യൂസിനെ എക്സ്ചേഞ്ച് ചെയ്തു. അപ്പൊ നമ്മൾ അറിയേണ്ട സംഗതി എന്താണ്? ഇൻ കോൾ ബൈ റഫറൻസ്, കോൾ ബൈ റഫറൻസിന്റെ പ്രത്യേകത നമ്മൾ പറയാണ്. എന്താണ്? റഫറൻസ് ഈസ് പാസ്ഡ് ടു reference of actual parameter is passed to formal parameter. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ട്, both actual parameter and formal parameter uses same memory location. ഒരേ മെമ്മറി ലൊക്കേഷൻ ഉപയോഗിക്കും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ ഒരു സംഗതി എന്താ വെച്ചാല്, നേരത്തെ നമ്മൾ പറഞ്ഞു കോൾ ബൈ വാല്യൂലാണെങ്കിൽ കോൺസ്റ്റന്റ് കൊടുക്കാം, പിന്നെയോ എക്സ്പ്രഷൻ കൊടുക്കാം, വേരിയബിൾ കൊടുക്കാം. പക്ഷെ ഇവിടെ നമുക്ക് എന്തേ പറ്റുള്ളൂ? ഇവിടെ കോൾ ബൈ റഫറൻസിൽ ആക്ച്വൽ പാരാമീറ്റർ ഷുഡ് ബി എ വേരിയബിൾ. അപ്പൊ മൂന്നാമത്തെ പോയിന്റ് നമ്മൾ എന്ത് പറയും? തേർഡ് പോയിന്റ്, ഇൻ കോൾ ബൈ റഫറൻസ്, കോൾ ബൈ റഫറൻസിൽ ആക്ച്വൽ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ആക്ച്വൽ പാരാമീറ്റർ ഷുഡ് ബി എ വേരിയബിൾ. നിർബന്ധമായിട്ടും എന്താവണം? ഒരു വേരിയബിൾ ആയിരിക്കണം. എക്സ്പ്രഷനും പറ്റില്ല, അതുപോലെ നമുക്ക് കോൺസ്റ്റന്റും പറ്റില്ല. നാലാമത്തെ പോയിന്റ് നമ്മൾ എന്ത് പറയും? എനി ചേഞ്ച് മെയ്ഡ് ടു ഫോർമൽ പാരാമീറ്റർ will affect actual parameter. എന്ത് ചേഞ്ച് ഫോർമൽ പാരാമീറ്ററിൽ വരുത്തി കഴിഞ്ഞാലും അത് ആരെ ബാധിക്കും? ആക്ച്വൽ പാരാമീറ്ററിനെ ബാധിക്കും. ഇതാണ് കോൾ ബൈ റഫറൻസും കോൾ ബൈ വാല്യൂവും തമ്മിലുള്ള വ്യത്യാസം.
ഇനി അടുത്തത് എന്താണ് ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്? ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുക? ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയും. ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പിനെ തന്നെയാണ് ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയും. ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് അല്ലെങ്കിൽ ഫംഗ്ഷൻ ഡിക്ലറേഷൻ എന്ന് പറയുന്നത് it is a warning to the compiler, or it is an intimation to the compiler, or it is a message to the compiler that a function having these details, this return type, this name and these arguments is going to come in the program. കമ്പൈലറിനോട് പറയാണ് ഈ പറയുന്ന റിട്ടേൺ ടൈപ്പ് ഉള്ള ഈ പേരിലുള്ള ഇത്രയും ആർഗ്യുമെന്റ്സിനൊക്കെ സ്വീകരിക്കുന്ന ഒരു ഫംഗ്ഷൻ ഈ പ്രോഗ്രാമിൽ വരാനിരിക്കുന്നു എന്ന് പറയുന്ന ഒരു മുന്നറിയിപ്പ് നൽകുന്നതാണ് എന്ത്? ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ്. ഇനി എവിടെയാണ് നമ്മൾ ഈ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്? നമ്മൾ രണ്ട് രീതിയിൽ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എഴുതും. നമ്മളിങ്ങനെ ഹാഷ് ഇൻക്ലൂഡ് എന്നൊക്കെ പറഞ്ഞ IO സ്ട്രീം എന്നൊക്കെ എഴുതി യൂസിങ് നെയിം സ്പേസ് ഒക്കെ പറഞ്ഞു. എന്നിട്ട് സാധാരണ നമ്മൾ എന്താ ചെയ്യാം? മെയിൻ എന്ന് പറഞ്ഞിട്ട് തുടങ്ങും. അതിന് പകരം നമ്മളൊരു ഫംഗ്ഷൻ എഴുതുന്നു വിചാരിച്ചോളൂ. void fun എന്ന് പറഞ്ഞിട്ട് ഫംഗ്ഷൻ എഴുതി അതിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എഴുതി. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ മെയിൻ എന്ന് പറഞ്ഞിട്ട് മെയിൻ സെക്ഷൻ വിടുന്നു. അതുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങളൊക്കെ എഴുതി. ഈ ഒരു പ്രോഗ്രാമിൽ എവിടെയോ നമ്മൾ ഫണ്ടിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ എഴുതി. ഇതാണ് നമ്മുടെ പ്രോഗ്രാം എന്ന് വിചാരിച്ചു. മെയിൻ എന്ന് പറയുന്ന സെക്ഷന്റെ മുകളിലായിട്ട് അല്ലെങ്കിൽ ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നതിന്റെ മുന്നേ ആയിട്ടാണ് ഈ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ നമ്മൾ എഴുതിയത് എങ്കിൽ കമ്പൈലറിനോട് പിന്നെ പ്രത്യേകിച്ച് മുന്നറിയിപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല, പ്രോട്ടോടൈപ്പിന്റെ ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ ഫംഗ്ഷനെ നമ്മൾ മെയിനിന് ശേഷമാണ് എഴുതുന്നത് എന്ന് വിചാരിച്ചു. അപ്പൊ എന്ത് സംഭവിക്കും? പ്രോഗ്രാമിനെ കമ്പൈൽ ചെയ്ത് പോകുന്ന സമയത്ത് ഫണ്ട് എന്ന് കാണും. ഈ ഫണ്ടിനെ കുറിച്ച് കമ്പൈലറുടെ ധാരണ ഉണ്ടാവില്ല. കാരണം ഇത് എവിടെയാണ് വരുന്നത്? ഇതിന് ശേഷമാണ് വരുന്നത്. ഓരോന്നിങ്ങനെ സീക്വൻസ് ആയിട്ട് കമ്പൈൽ ചെയ്ത് പോകുന്ന സമയത്ത് അപ്പോ കമ്പൈലർ പറയും ഫണ്ട് എനിക്കറിയില്ല, ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അറിയില്ല എന്ന് പറയും. അൺഡിഫൈൻഡ് ഫംഗ്ഷൻ എന്നോ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും. അപ്പൊ ഇത്തരം സന്ദർഭങ്ങളിൽ, അതായത് ഈ ഫംഗ്ഷൻ കോളിന് ശേഷമാണ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ വരുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? ഫംഗ്ഷന് ശേഷം ഇവിടെ എവിടെ കൊണ്ട് എഴുതി വിചാരിച്ചു. അപ്പൊ നമ്മൾ ഇവിടെ ആ ഫംഗ്ഷൻ കോൾ വരുന്നതിന് മുന്നേ സാധാരണഗതിയിൽ ഫംഗ്ഷന്റെ തുടക്കത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തു? void fun എന്ന് എഴുതിയ ഒരു സെമി കോളൻ ഇട്ടു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? void fun എന്ന് എഴുതിയിട്ട് ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഈ ആദ്യത്തെ വരുന്നതാണ് ഫംഗ്ഷന്റെ ഹെഡർ എന്ന് പറയാം, അല്ലെങ്കിൽ ഹെഡിങ് എന്ന് പറയാം. ഈ ഹെഡർ എടുത്തിട്ട് ഇതേപോലെ മോഡലിട്ട് എവിടെയാണ് വേണ്ടത് അവിടെ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് ഒരു സെമി കോളൻ ഇട്ടു. ഈ ലൈനിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫംഗ്ഷൻ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയാം. സപ്പോസ് ഇതില് ഈ ഫംഗ്ഷന്റെ ഉള്ളിൽ നമുക്ക് ഇന്റ് എക്സ് ഫ്ലോട്ട് വൈ എന്ന് പറയുന്ന രണ്ട് പാരാമീറ്റേഴ്സ് ഉണ്ട് വിചാരിച്ചു. അപ്പൊ എങ്ങനെയായിരുന്നു നമ്മള് ഇന്റ് എക്സ് ഫ്ലോട്ട് വൈ എന്നിട്ട് സെമിക്കോളൻ. അപ്പൊ ഈ ഫംഗ്ഷന്റെ ആദ്യത്തെ ലൈൻ, അതായത് ഹെഡർ എന്ന് പറയുന്ന ലൈന് അതേപോലെ എഴുതുകയും അവസാനത്തിൽ ഒരു സെമിക്കോളൻ ഇട്ടു. ഫംഗ്ഷൻ ഡെഫിനിഷൻ എഴുതുമ്പോൾ ഇവിടെ സെമിക്കോളൻ ഇല്ല. ഈ ലൈൻ എടുത്തിട്ട് എവിടെയാണോ വേണ്ടത് വേണ്ടിയിട്ട് പ്രോഗ്രാമിന്റെ മുകളിൽ കൊണ്ടുപോയി എഴുതുക. ഇങ്ങനെ എഴുതുന്ന ഈ ലൈനിനെയാണ് നമ്മൾ എന്ത് പറയാം? ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയാം. ഇങ്ങനെ എഴുതുമ്പോ ഇവിടെ ഇപ്പൊ ഇന്റ് എക്സ് ഫ്ലോട്ട് വൈ എന്നല്ലേ, ഇതിന് പകരം നമുക്ക് ഇവിടെ ഇന്റ് എ ബി എന്നൊക്കെ എഴുതാം. ഇനി ഇതിന്റെ ആവശ്യം തന്നെ ചിലപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ കാണിച്ചു തരുന്നത് ഡാറ്റ ടൈപ്പ് മാത്രം പറഞ്ഞാൽ, പക്ഷെ എത്രത്തോളം ഡാറ്റ ടൈപ്പ് ഉണ്ടോ അത് ആ ക്രമത്തിൽ തന്നെ പറയണം. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫംഗ്ഷൻ പ്രോട്ടോടൈപ്പ് എന്ന് പറയാ. അത് ഫംഗ്ഷൻ ഡിക്ലറേഷൻ ആണ്.
ഇനി നമുക്ക് ഗ്ലോബൽ ഫംഗ്ഷനും അതുപോലെ ലോക്കൽ ഫംഗ്ഷനും, ഗ്ലോബൽ ഫംഗ്ഷൻ ആൻഡ് ലോക്കൽ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ നമ്മൾ പ്രോഗ്രാമിൽ എഴുതുന്ന ഒരു ഫംഗ്ഷൻ, ആ പ്രോഗ്രാമിൽ മുഴുവനും എവിടെ വേണമെങ്കിലും അത് ലഭ്യമാവുമെന്നുണ്ടെങ്കിൽ ഏത് ഫംഗ്ഷനും ആർക്ക് വേണമെങ്കിലും ഈ നമ്മൾ എഴുതിയിട്ടുള്ള ഈ ഫംഗ്ഷൻ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് നമ്മൾ ആ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആ ഫംഗ്ഷൻ പറയുന്ന പേരാണ് ഗ്ലോബൽ ഫംഗ്ഷൻ. ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അത് പരിമിതമായ സ്ഥലത്ത് മാത്രമേ ആ ഫംഗ്ഷനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ ഗ്ലോബൽ ഫംഗ്ഷൻസ് ദാറ്റ് ആർ റിട്ടൺ ഔട്ട്സൈഡ് എനി അതർ ഫംഗ്ഷൻ, ഫംഗ്ഷനുകൾക്കൊക്കെ പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് എഴുതുന്ന ഫംഗ്ഷൻസ് ഒക്കെ എന്താണ്? ഗ്ലോബൽ ഫംഗ്ഷൻസ് ആണ്. ഏതെങ്കിലും ഒരു ഫംഗ്ഷന്റെ ഉള്ളിലാണ് ഒരു ഫംഗ്ഷനെ നമ്മൾ എഴുതുന്നതെങ്കിൽ ആ ഫംഗ്ഷനെ അതിന്റെ ഉള്ളിൽ മാത്രമേ നമുക്ക് ലഭ്യമാവൂ. നമുക്ക് പറയാൻ ഇത് നമ്മുടെ വലിയ ഒരു പ്രോഗ്രാമാണ്, ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഇതിൽ നമുക്ക് മെയിൻ എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്, ഇത് മെയിൻ. ഇവിടെ നമുക്ക് F1 എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്, F2 എന്ന് പറയുന്ന വേറെ ഫംഗ്ഷൻ ഉണ്ട്, അതുപോലെ F3 എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അതിൻ്റെ ഉള്ളില് ഒരു സബ് F3 എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്, F4 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഈ F1, F2, F3, F4 എന്നൊക്കെ പറയുന്നത് ആർക്ക് വേണമെങ്കിലും അങ്ങോട്ട് നമുക്ക് വിളിക്കാം. F1നെ മെയിനിന് വിളിക്കാം, F2നെ വിളിക്കാം, ഒക്കെ വിളിക്കാം. ഈ F2ന് വേണമെങ്കിൽ F1നെ വിളിക്കാം, ഇയാൾ ഉപയോഗപ്പെടുത്താം. ഈ F3ക്ക് F1നെ ഉപയോഗപ്പെടുത്താം, അതിനൊന്നും കുഴപ്പമില്ല. കാരണം ഇതൊക്കെ എന്താണ്? ഗ്ലോബൽ ഫംഗ്ഷൻസ് ആണ്. എന്നാൽ ഈ സബ് F3 എന്ന് പറഞ്ഞ സാധനത്തെ ഇയാൾക്ക് ആർക്കും വിളിക്കാൻ പറ്റില്ല. കാരണം ഈ സബ് F3 ആരുടെ ഭാഗമാണ്? F3യുടെ ഉള്ളിലാണ് ഇതിനെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ലോക്കൽ സ്കോപ്പാണ്, ഇതിന്റെ ഉള്ളിൽ മാത്രമേ അതിനെ അറിയിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ അതിനെന്ത് പറയാ? ലോക്കൽ ഫംഗ്ഷൻ. എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഇൻസൈഡ് അനദർ ഫംഗ്ഷൻ is usually local function. It is not accessible to other functions. ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയാ? ലോക്കൽ ഫംഗ്ഷൻ. ഗ്ലോബൽ ഫംഗ്ഷന്റെ സ്കോപ്പ് ഗ്ലോബൽ ആണ്, എന്റെ എല്ലാ പ്രോഗ്രാമിലും എവിടെ വേണമെങ്കിലും കിട്ടും. ലോക്കൽ ഫംഗ്ഷന്റെ സ്കോപ്പ് ലോക്കൽ ടു ദാറ്റ് ഫംഗ്ഷൻ ഇൻ വിച്ച് ഇറ്റ് ഈസ് ഡിഫൈൻഡ്. ഏത് ഫംഗ്ഷന്റെ ഉള്ളിലാണോ ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തത് അതിനുള്ളിൽ മാത്രമേ അതിനെ ലഭ്യമാവുള്ളൂ. അതിനാണ് എന്ത് പറയാ? ലോക്കൽ ഫംഗ്ഷൻ എന്ന് പറയാ. ഇനി ഇതേപോലെ തന്നെ നമുക്ക് പറയേണ്ട സംഖ്യയാണെങ്കിൽ ലോക്കൽ വേരിയബിൾ ആൻഡ് ഗ്ലോബൽ വേരിയബിൾ. ലോക്കൽ വേരിയബിളും ഗ്ലോബൽ വേരിയബിൾ. പ്രോഗ്രാം എഴുതുമ്പോൾ സപ്പോസ് നേരത്തെ കാണിച്ച അതേ ചിത്രം തന്നെ നമുക്ക് വീണ്ടും കാണിക്കുന്നു. ഇതാണ് നമ്മളുടെ പ്രോഗ്രാം എന്ന് വിചാരിച്ചുള്ള വലിയ പ്രോഗ്രാം. ഇതിൽ നമുക്ക് മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, ഇവിടെ ഒരു fun1 ഉണ്ട്, ഇവിടെ ഒരു fun2 ഉണ്ട്, ഇവിടെ fun3 ഉണ്ട്, അങ്ങനെ കുറെ ഫംഗ്ഷൻസ്. നമ്മളിവിടെ ഹാഷ് ഇൻക്ലൂഡ് IOStream ഒക്കെ പറഞ്ഞതിന് ശേഷം ഇവിടെ കുറച്ച് വേരിയബിൾസ് ഡിക്ലെയർ ആണ്. ഇന്റ് XYZ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ എല്ലാ ഫംഗ്ഷനുകൾക്കും പുറത്തായിട്ട് ഡിഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയാ? ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയാം. ഈ എക്സിനെ ഇയാൾക്ക് ഉപയോഗിക്കാം, ഈ fun1ന് ഉപയോഗിക്കാം, fun2ന് ഉപയോഗിക്കാം, ഉപയോഗിക്കാം, എല്ലാവർക്കും ഉപയോഗിക്കാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ? ഗ്ലോബൽ വേരിയബിൾ എന്ന് പറയാം. ഈ ഗ്ലോബൽ വേരിയബിളിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഈ എൻറ്റയർ പ്രോഗ്രാമാണ്, എവിടെയും അത് ലഭ്യമാവും. ഈ ഗ്ലോബൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എപ്പോഴാണ്? പ്രോഗ്രാമിന്റെ എക്സിക്യൂഷൻ തുടങ്ങിയ നിമിഷം മുതൽ അതിന്റെ ലൈഫ് ടൈം തുടങ്ങും, അതിനെ ക്രിയേറ്റ് ചെയ്യും, അത് അവൈലബിൾ ആയിരിക്കും, എന്നിട്ട് പ്രോഗ്രാം അവസാനിക്കുന്നത് വരെ അത് നിലനിൽക്കും. ഇനി സപ്പോസ് ഇതിന്റെ ഉള്ളിൽ നമ്മളൊരു AB എന്ന് പറഞ്ഞിട്ട് രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തു. ഇവിടെ ഇന്റ് AB എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഇവിടെ ഇന്റ്
ഇവിടെ ഇൻഡ് എസ് ടി എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ എ ഇയാളുടെ സ്വന്തമാണ്. ഇതിൻ്റെ ഉള്ളിൽ മാത്രമേ ഈ എ ബി അറിയുള്ളൂ. ഇവിടെ എത്തുമ്പോൾ ഇവിടെ എ ബി ഉണ്ട്, പക്ഷെ ഈ എ ബിയും ഡിഫറെൻ്റ് ആണ്. ഇത് ഫണ്ടിന്റെ എ ബി ആണ്. ഈ എ ബിയിൽ നമുക്കൊരു 100 കൊടുത്തു, എന്നിട്ട് ഇവിടെ പോയിട്ട് ഈ എക്ക് ഒരു 50 കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ വാല്യൂ ഇതിന്റെ 50 ആയിരിക്കും, ഇതിൻ്റെ ഉള്ളിലെ വാല്യൂ എന്തായിരിക്കും 100 ആയിരിക്കും. ഇവിടെ പി ക്യൂ ഇത് ഇയാളുടെ സ്വന്തം പി ക്യൂ ആണ്. ഈ പി ക്യൂനെ ഇവിടെ കിട്ടില്ല. ഈ എസ് ടി ഇയാളുടെ സ്വന്തം എസ് ടി ആണ്, ഇവിടെ കിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഫംഗ്ഷന്റെ ഉള്ളിൽ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ എന്ത് പറയാ? ലോക്കൽ വേരിയബിൾസ്. വേരിയബിൾസ് ദാറ്റ് ആർ ലോക്കൽ ടു എ ഫംഗ്ഷൻ, വേരിയബിൾസ് ദാറ്റ് ആർ ഡിക്ലെയർഡ് ഇൻസൈഡ് എ ഫംഗ്ഷൻ ആർ കോൾഡ് ലോക്കൽ വേരിയബിൾ. ലോക്കൽ വേരിയബിൾസിന്റെ സ്കോപ്പ് എന്താണ്? ലോക്കൽ സ്കോപ്പ് ആണ്. ലോക്കൽ ടു ദ ഫംഗ്ഷൻ that defines or that declares that variable. ആ ഏത് ഫംഗ്ഷന്റെ ഉള്ളിലാണ് ആ വേരിയബിളിനെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അതിന്റെ ഉള്ളിലാണ് അതിന്റെ സ്കോപ്പ്. അതിന്റെ ലൈഫ് ടൈം എന്തായിരിക്കും? ഫണ്ടിന്റെ ഉള്ളിലേക്ക് ഇതിന്റെ ഫണ്ടിനെ ആരെങ്കിലും വിളിച്ചിട്ട് ഈ ഫണ്ടിനെ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് എയും ബിയും ലൈവായിട്ട് വരിക. ഇതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതോടുകൂടി എയും ബിയും ഡൈ ആവും എന്ന് പറഞ്ഞാൽ അതിന്റെ ലൈഫ് ടൈം അവസാനിക്കും. വീണ്ടും ആരെങ്കിലും വിളിച്ചിട്ട് ഫണ്ടിനെ വിളിച്ച് ഫണ്ട് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇത് ലൈഫിലേക്ക് വരും, പുറത്തു പോകുന്ന സമയത്ത്. ഇതേപോലെ തന്നെ ഓരോ ഫംഗ്ഷന്റെ ഉള്ളിലെയും വേരിയബിൾസ് എന്താണ്? ലോക്കൽ വേരിയബിൾസിന്റെ ഒക്കെ ലൈഫ് ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാൽ ഗ്ലോബൽ വേരിയബിൾസിന്റെ ലൈഫോ ഈസ് ടിൽ ദ ബിഗിനിങ് ഓഫ് ദ പ്രോഗ്രാം ടു ദി എൻഡ്. ഇതാണ് ലോക്കൽ വേരിയബിൾസും ഗ്ലോബൽ വേരിയബിൾസും, ലോക്കൽ സ്കോപ്പും ഗ്ലോബൽ സ്കോപ്പും. ഇനി ഒറ്റ കൺസെപ്റ്റും കൂടിയാണ് ഇതിലുള്ളത്, default arguments. Default arguments. ഏതെങ്കിലും ഒരു ഫോർമൽ പാരാമീറ്ററിന് നമ്മളൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു ഡിഫോൾട്ട് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണത് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്. ഉദാഹരണം, നമ്മൾ ഇതാണ് നമ്മുടെ ഇൻഡ് ഫണ്ട് INT n, ഇതായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ. എന്നിട്ട് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ അത് ചെയ്യുന്നു, റൈറ്റ്? ഇതാണ് നമ്മൾ എന്ത് പറയാ? ഫോർമൽ പാരാമീറ്റർ എന്ന് പറയാം. ഫോർമൽ. അപ്പൊ ഇനി നമ്മൾ ഫംഗ്ഷൻ ഇങ്ങനെ കോൾ ചെയ്യുന്നു, ഫൺ 10 എന്ന് പറഞ്ഞ് കോൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ 10നെ എന്നിലേക്ക് കോപ്പി ചെയ്യും, ആ 10 വെച്ചിട്ട് കാൽക്കുലേഷൻ ചെയ്യും, എന്നിട്ട് വാല്യൂ തിരിച്ചു കൊടുക്കും. ഫണ്ട് 5 ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ 5നെ ഇങ്ങോട്ട് കോപ്പി ചെയ്യും, ആ വാല്യൂ എക്സിക്യൂട്ട് ചെയ്യും, എന്നിട്ട് വാല്യൂ റിട്ടേൺ ചെയ്യും. സംശയമില്ല. സപ്പോസ് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിൽ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. എങ്ങനെ കൊടുക്കുന്നു? ഇൻഡ് n ഈക്വൽ ടു സേ 10 അങ്ങനെ കൊടുക്കുന്നു. ഇതിന്റെ അർത്ഥം n എന്ന് പറയുന്ന ഫോർമൽ പാരാമീറ്ററിന് ഒരു ഡിഫോൾട്ട് വാല്യൂ ഉണ്ട്. ആ വാല്യൂ എന്താണ്? 10 ആണ്. ഇങ്ങനെ ഡിഫോൾട്ട് വാല്യൂ കൊടുക്കുന്ന ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന പേരാണ് ഡിഫോൾട്ട് ആർഗ്യുമെന്റ്. ഇതിന്റെ പ്രത്യേകത, ഇവിടെ യഥാർത്ഥത്തിൽ ഈ n ഉള്ളത് കൊണ്ട് ഈ ബ്രാക്കറ്റിനുള്ളിൽ നിർബന്ധമായിട്ടും ഒരു വാല്യൂ കൊടുത്തു വിടണം എന്നാണ് നിയമം. അതായത് n ഇവിടെ ഉള്ളതുകൊണ്ട് എന്നിലേക്ക് ഒരു വാല്യൂ കിട്ടിയാലേ പ്രോഗ്രാം ആ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ n ഈക്വൽ ടു 5 കൊടുത്തു കഴിഞ്ഞാൽ ഈ 5 എന്നിലേക്ക് കയറും. n ഈക്വൽ ടു 7 കൊടുത്തു കഴിഞ്ഞാൽ ഈ 7 എന്നിലേക്ക് കയറും. ഇങ്ങനെ കൊടുക്കുമ്പോൾ, ഡിഫോൾട്ട് ആർഗ്യുമെന്റ് കൊടുക്കുമ്പോൾ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ വാല്യൂ കൊടുക്കുന്നില്ല എന്ന് വിചാരിച്ചു. ആ സമയത്ത് എന്ത് ചെയ്യും? ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ വാല്യൂ ഡിഫോൾട്ട് വാല്യൂ കൊടുക്കും. അപ്പോൾ വാല്യൂസ് ഒന്നും സപ്ലൈ ചെയ്തിട്ടില്ല എങ്കിൽ, ആർഗ്യുമെന്റ്സിലേക്ക് വാല്യൂ പാസ് ചെയ്തിട്ടില്ല എങ്കിൽ എന്താണോ ഡിഫോൾട്ട് വാല്യൂ കൊടുക്കുക അത് വെച്ചിട്ടുള്ള റിസൾട്ട് കൊടുക്കും, നമുക്ക് തിരിച്ചു തരും. അപ്പൊ ഇങ്ങനെ ഡിഫോൾട്ട് വാല്യൂ കൊടുക്കുന്ന ആർഗ്യുമെന്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറയും. ഇതിൽ ഒരു ഫംഗ്ഷനിൽ നമുക്ക് ഒരുപാട് ആർഗ്യുമെന്റ്സ് ഉണ്ട് വിചാരിച്ചോളൂ. ഇൻഡ് എക്സ്, ഇൻഡ് വൈ, ഫ്ലോട്ട് z, ഇങ്ങനെ വാല്യൂസ് ഉണ്ട് വിചാരിച്ചോളൂ. ഇതിലെല്ലാത്തിനും നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം, ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യാം. കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഓരോന്നും കൊടുത്തു വരുമ്പോൾ റൈറ്റ് സൈഡിനെ കൊടുത്തു വരാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ വൈക്കാണ് ഡിഫോൾട്ട് വാല്യൂ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ ചെയ്യേണ്ടി വരും. എന്ത് ചെയ്യണം? ഫ്ലോട്ട് z ഇൻഡ് y ഈക്വൽ ടു 2 കൊടുക്കാൻ ചെയ്യും, അങ്ങനെ കൊടുക്കാം. അപ്പൊ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ കോൾ ചെയ്യാം? ഫൺ a, b
ബി കോമ സി എന്ന് പറഞ്ഞ് കോൾ ചെയ്യാം. സി എന്ന് പറയുന്ന പാരാമീറ്റർ ഇല്ലാതെയും കോൾ ചെയ്യാം. പാരാമീറ്റർ ഇല്ലാതെ കോൾ ചെയ്യുമ്പോൾ അവിടേക്ക് വരേണ്ട വാല്യൂ ഇല്ല എന്നുള്ളതുകൊണ്ട് അത് എന്തെടുക്കും, 2 എടുക്കും. സോ ഇങ്ങനെ കൊടുക്കുന്ന വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയാം, ഡിഫോൾട്ട് ആർഗ്യുമെന്റ്സ് എന്ന് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് 12ാം ക്ലാസ്സിലെ കൊമേഴ്സ് വിഭാഗത്തിന് ഫങ്ഷൻസിൽ പഠിക്കാനുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ അതിലെ പാരാമീറ്റർ പാസിംഗ് ടെക്നിക്സ് എന്നൊക്കെ പറയുന്നത് ആവർത്തിച്ച് കേട്ട് എഴുതി പഠിച്ചിട്ട് കാര്യങ്ങൾ തറവാക്കുക.